ഹലോ ഗായ്സ്, അപ്പോൾ ബ്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ വലിയൊരു അതിഥിയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അതിഥി. ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫീൽഡ് ഒന്നാമത്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്ലസ് ടു ആണ് ഞാൻ മെയിനായിട്ട് പറയാം. പ്ലസ് ടു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഹയർ സ്റ്റഡീസ് പുറത്തൊക്കെ പോകാൻ അധികം നോക്കുന്നത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് എടുക്കണം, എന്ത് കോഴ്സ് എടുക്കണം, എങ്ങനെ പുറത്ത് പോയി, എങ്ങനെ അഡ്മിഷൻ എടുക്കുക, എങ്ങനെയുണ്ട് കോളേജ് ഒക്കെ നമ്മൾ നാട്ടിലിരുന്ന് കണ്ട് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ കോളേജിനെ പറ്റി എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എലമെൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യും, ഞങ്ങൾക്ക് എത്തിക്കും. അത് ഞാൻ അവിടുത്തെ കോളേജിൽ പ്രിൻസിപ്പാളിലോ ഫാക്കൽറ്റീസിനെ പോയി കണ്ട് സംസാരിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം അതിപ്പോൾ എന്തായാലും അവരെ കോളേജ് അവർ നന്നാക്കി പറയില്ല, തന്നെ വരെ മോശം പറഞ്ഞൊരു കോളേജ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടിട്ട് കോളേജ് എങ്ങനെയുണ്ട്, കാര്യങ്ങളുണ്ട്, എൻ്റെ ഒരു എലമെൻറ്റ്സ്. ഇതിപ്പോൾ വേറൊരാളാ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിപൊളി ആയിക്കാരം. ഞാൻ എൻ്റെത് എനിക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, അടുത്ത സ്റ്റുഡൻസിനോട് കുറച്ച് പേരോട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അതുപോലെ എവിടെയാണ് കോളേജ് വരുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ മലയാളീസ് ഉണ്ടോ, ഫുഡ് മിസ് ഉണ്ടോ, സ്റ്റേ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, അഡ്മിഷൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പഠനരംഗത്തുള്ള എന്ത് ഡൗട്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ സോൾവ് ആക്കി തരും. അതൊക്കെ അറിഞ്ഞിരിക്കാന്നല്ല കേട്ടോ, അത് അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ആദ്യമായിട്ടേക്ക് ആ ചോദ്യം കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കും, അറിയും. ഇപ്പോൾ എൻ്റെ സറൗണ്ടിങ്സിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എത്തിച്ച് തരും. അപ്പോൾ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ, ഇനി എന്ത് കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന കോഴ്സ് ഉണ്ടോ, അത് ഈ കോളേജ് എങ്ങനെയുണ്ട് ഒക്കെ, മലയാളീസ് കേരളത്തിലാണല്ലോ, ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കേരളക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ കുറേ എൻട്രൻസ് വരുന്നുണ്ട്, കുറേ എന്താ പറയുക, കുറേ എൻട്രൻസ് എക്സാമും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കുക, അതുപോലെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും കൊടുക്കുക. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെന്താ പറയുക, അപ്പോൾ അതന്നെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്തോളൂ. കാരണം ഇത് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ യൂട്യൂബ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റും പേരൻസും ഉണ്ടോ, പേരൻസ് അയച്ചു കൊടുത്തുള്ളൂ. കാരണം എല്ലാവർക്കും റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ ഇതൊന്ന് റീച്ച് ആവാൻ കുറച്ച് ടൈം എടുക്കും, എല്ലായിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്തായാലും നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് 1K ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അടുത്ത വീഡിയോസ് ആയിട്ട് കാണും. ഇനി എന്തായാലും അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരും. പിന്നെ ഞാൻ വേറെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊരു പേഴ്സണൽ ചാനൽ, അതായത് പ്രൈവറ്റ് ചാനലായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചതിന്, പക്ഷേ ഇപ്പം അതൊന്നും നടക്കണ കേസല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പ്ലേലിസ്റ്റ് ആയി കണ്ട് കൊണ്ടുപോവാം. ഞാൻ എന്താ പറയുക, ഇതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, പേര് ഗൈഡ് പാത്ത് എന്നാട്ടോ. ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റ് കൊണ്ടുപോകാൻ പോകുന്നത് ഗൈഡ് പാത്ത് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് വഴിയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി ഇതൊരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് ചാനൽ അയക്കാണ്ട് തുടങ്ങാം, ഈ ഗൈഡ് പാത്ത് എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഒരു വാട്സപ്പ് ചാനൽ, അതുപോലെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് വരും. അതുവരെ നിങ്ങൾക്ക് എന്ത് വീഡിയോ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, മാക്സിമം ഷെയർ ചെയ്യുക. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ടോടുകൂടെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.